சிலுவை நாத இயேசுவின் பேரொளி வீசிடும் மகிழ் கண்கள் உம்மை நோக்கி பார்க்கின்றன தம் காயங்களையும் பார்க்கின்றன, உன் காயங்களையும் பார்க்கின்றன, என் காயங்களையும் பார்க்கின்றன. சிலுவை நாத இயேசுவின் பேரொளி வீசிடும் மகிழ் கண்கள் உம்மை நோக்கி பார்க்கின்றன தம் காயங்களையும் பார்க்கின்றன, உன் காயங்களையும் பார்க்கின்றன, என் காயங்களையும் பார்க்கின்றன. തൊട്ടടുത്തുള്ള ആളുകൾ കരം കൊടുത്തുകൊണ്ട് കഞ്ചി കുടിച്ചാണ് ചോദിക്കുക. കഞ്ചി കുടിക്കാതെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാ ചോദിച്ചു. കഞ്ചി കുടിച്ചോ എന്നെ ചോദിക്കൂ. കഞ്ചി കുടിച്ചോ ചോദിക്കുക. அதுக்கு உத்தரம் சத்தியமாயிட்டு உள்ள உத்தரம் പറയണം. அது உத்தரம் யாரும் உத்தரம் പറഞ്ഞില്ലേ? ഉത്തരം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അടുത്തുണ്ടോ? ഇപ്പൊ തന്നെ താഴെ കഞ്ചി കൊണ്ട് ഞാൻ ഓട്ടിക്കും. ഞാൻ കഞ്ചി കുടിച്ചിട്ട് വരണം, കുഴപ്പമില്ല. ചില ആൾക്കാർ ഉപവാസം ഇരിക്കുന്നുണ്ട്, നോൻപ് ഇരിക്കുന്നുണ്ട്. ഡോണ്ട് വറി, നേർച്ച കഞ്ചിയാണ് കുടിച്ച നല്ലത്. 40 ദിവസം ഉപവാസം വന്നിട്ട് ഇന്ന് നേർച്ച കഞ്ചി കുടിച്ചാ ഒരു കുഴപ്പം വരില്ല, അഭിഷേകമേ വരത്തില്ല, അഭിഷേകം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മലയാളത്തിലെ ഈ ഗുഡ് ഫ്രൈഡേക്ക് മലയാളത്തിലെ പേര് ദുഃഖമില്ല, ദുഃഖമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, കൈ കൊടുത്തിട്ട് ഹാപ്പി ദുഃഖവല്ലിന്ന് പറ. ഹാപ്പി ദുഃഖവല്ലിയ, ഹാപ്പി ദുഃഖവല്ലി. എല്ലാവർക്കും ഹാപ്പി ദുഃഖവല്ലി. മലയാളത്തിലെ ഹാപ്പി ദുഃഖവല്ലി, ദുഃഖവല്ലി. തമിഴിലെ പെരിയ വെള്ളി, ഇംഗ്ലീഷിലെ ഗുഡ് ഫ്രൈഡേ, ഫ്രഞ്ചിലെ ജർമ്മനിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞ സാറോഫുൾ ഫ്രൈഡേ, സാറോഫുൾ ഫ്രൈഡേ ജർമ്മനിയില്. ഫ്രഞ്ചില് വെന്ദ്രി ദി സാന്റ്, വെന്ദ്രി ദി സാന്റ്. അങ്ങനെ പറഞ്ഞ ഹോളി ഫ്രൈഡേ. അപ്പൊ എത്ര? ഫ്രഞ്ചിലെ ഹോളി ഫ്രൈഡേ, തമിഴിലെ പെരിയ വെള്ളി, പെരിയ വെള്ളി, മലയാളത്തിലെ ദുഃഖ വെള്ളി, ഇംഗ്ലീഷിലെ ഗുഡ് ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ. അടുത്തത് സ്പാനിഷില് വന്നിട്ട് സ്പാനിഷും ഇറ്റാലിയും രണ്ടും ഇങ്ങനെ പോകും, ഒരുമിച്ച് പോകും. സ്പാനിഷ് പഠിക്കുന്നവൻ പെട്ടെന്ന് ഇറ്റാലിയൻ പഠിക്കാം, ഇറ്റാലിയൻ പഠിക്കുന്നവൻ പെട്ടെന്ന് സ്പാനിഷ് പഠിക്കാം. അങ്ങനെ ഒരു ലാംഗ്വേജ്. അപ്പൊ സ്പാനിഷില് വിയാ സാങ്ക്തോ. അപ്പൊ ഹോളി ഫ്രൈഡേ. അപ്പോ ഈ ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇത്ര പേരുമുണ്ട്. ഹോളി ഫ്രൈഡേ, സാറോഫുൾ ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ച, തമിഴിലെ പെരിയ വെള്ളി, ഇംഗ്ലീഷിലെ ഗുഡ് ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേ. ആക്ച്വലാ എല്ലാവർക്കും അറിയപ്പെടുന്നത് അറമേക്കിലെ ഉള്ളതും ഹീബ്രു ഗ്രീക്കിലെ ഉള്ളതും അറിയപ്പെടുന്നത് ഗുഡ് ഫ്രൈഡേ. ഒരു ഹിന്ദു പയ്യൻ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു. അച്ഛാ ഹാപ്പി, അവൻ തമിഴിൽதான் അയച്ചു. പെരിയ വെള്ളി അങ്ങനെ തമിഴിൽ എഴുതി. അപ്പൊ ഹാപ്പി ഗുഡ് ഫ്രൈഡേ അങ്ങനെ എനിക്ക് അയച്ചു. அதுக்கடுத்து அவன் ஒரு ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദ്യം ചോദിച്ചു. ഇന്ന് നീங்க ചോദ്യം ചോദിച്ചதுக்கெல்லாம் நான் ഉത്തരം പറയാം. അതാണ് എന്റെ സ്പെഷ്യൽ പ്രസംഗം. ഒരുപാട് ആൾക്കാർ ചോദിച്ചു. കഴിഞ്ഞ കൊല്ലമേ പറഞ്ഞു, അച്ഛാ ഇതെല്ലാം കുറിച്ച് പറയണം എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ഓർത്ത് വന്നു. പിന്നെ ഈ ദിവസങ്ങളിൽ എനിക്ക് ഓർമ്മ വന്നു, മക്കൾ ചോദിച്ച ചോദ്യം എല്ലാം ഓർമ്മ വന്ന് ആ ചോദ്യങ്ങൾക്ക് ഫുള്ള ഉത്തരം പറയുന്നു. ഇത് നല്ല സാലിഡാണ് ഉത്തരമാണ്. ആര് ചോദിച്ചാലും കൃത്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അറിയാതെ പോയിട്ട് വിളിക്കാൻ പറ്റില്ല. അപ്പൊ താഴെ വീണ്ടും അച്ഛാ ഇന്ന് ഈശോ മരിച്ച ദിവസം യാരാതെ പോയിട്ട് ഗുഡ് ഫ്രൈഡേ പറയൂ, ഹാപ്പി ഗുഡ് ഫ്രൈഡേ, എന്താ ഇത് അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ എന്നെ ചോദിക്കാം, നിങ്ങൾ ചോദിക്കാം, എന്താണ് അർത്ഥം? ഗുഡ് ഫ്രൈഡേ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഗുഡ് ഫ്രൈഡേ പറയാൻ പാടുള്ളൂ, ദുഃഖ വെള്ളി താൻ പറയുന്നു. പെട്ടെന്ന് പറ, ദുഃഖ വെള്ളി പറയുന്നത് ശരിയാണോ, ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ശരിയാണോ?
ഗുഡ് ഫ്രൈഡേക്ക് ഉത്തരവുണ്ട് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ദുഃഖ വെള്ളിയാന്ന് പറയുന്നത് ശരിയാണോ? നമ്മളെല്ലാം മാൻ ഓഫ് സെന്റി, വുമൺ ഓഫ് സെന്റിമെന്റ്സ്, എല്ലാം സെന്റി പീപ്പിൾ. വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കൾ, ഉണർവുക്ക് അടിമപ്പെട്ടു പോയ മക്കളാണ്, ഫീലിങ്സ് അടിമപ്പെട്ടു പോയ മക്കളാണ്. അതുകൊണ്ട് അമ്മ ആട്ടുകുടി ഇങ്ങനെ അമ്മ അണ്ണ ഓടും, അപ്പ അണ്ണ ഓടും, ഇങ്ങനെ സ്വന്തം ഓടിക്കൊണ്ടേയിരിക്കും. അതാ വികാരങ്ങൾക്ക് അടിമപ്പെട്ട മക്കളാണ്. അതുകൊണ്ട് ഈശോ ഇങ്ങനെ മരിച്ചത് കൊണ്ട് ഗുഡ് ഫ്രൈഡേ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ നമ്മ ഈശോയെ മരിച്ചിട്ടുണ്ട്, അപ്പൊ ഗുഡ് ഫ്രൈഡേ വെക്കേണ്ട, നമ്മ ദുഃഖ വെള്ളിയാഴ്ച വയ്ക്കാം. സെന്റിമെന്റ്സ്ക്ക് അടിമപ്പെട്ടു പോയ മക്കളാണത് കൊണ്ട് നമ്മ വെച്ച പേര്, അത് മലയാളത്തിൽ നീங்க വെച്ച പേര് தான். ഇത് ലോകത്തിൽ വെച്ച പേരില്ല, ഇറ്റലിയിലോ ഈശോ വെച്ച പേരില്ല, ഇറ്റലിയോ ജർമ്മനിയോ പാലസ്തീനോ ഈശോ ജനിച്ച ആശ്രത്തോ എവിടെ വെച്ച പേരില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച വെച്ച് തമിഴ്നാട്ടു മക്കൾക്ക് അത് സെന്റി പീപ്പിൾ. അപ്പൊ നിങ്ങളെ പോലെ സെന്റിல കുറച്ചേ സെന്റി ഉള്ളൂ. அது பெரிய வெள்ளி, அது பெருசு, ஏதோ ஒன்றுக்கு பெருசுன்னு மனசிலாயி உனக்கு பெரிய வெள்ளி. நீங்க அந்த ஃபீலிங் கூட சேர்ந்து நிக்கிறது கூட ദുഃഖ വെള്ളിയാഴ്ച. അയ്യോ എന്റെ ഈശോ പോയേ, എല്ലാം ഭയങ്കര ദുഃഖം ആചരിക്കും. പക്ഷെ പപ്പ പറയുന്നത് കേൾക്കില്ല. ഭയങ്കര ദുഃഖം ആചരിക്കും, മമ്മി പറയുന്നത് കേൾക്കില്ല. ഭയങ്കര ദുഃഖം അവിടെ ഉപവാസിക്കും, പക്ഷെ മമ്മി പറയുന്നത് കേൾക്കില്ല, പപ്പ പറയുന്നത് കേൾക്കില്ല. ഇടിയും ഓണവും ഒട്ടക്കവും പ്രശ്നമോ എല്ലാം ചെയ്യും. ഇതാണ് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച. പേര് ദുഃഖ വെള്ളിയാഴ്ച, പ്രവർത്തനം വേറെ വെള്ളിയാഴ്ച. ദുഃഖ വെള്ളിയാഴ്ച പേർക്ക് ദുഃഖ വെള്ളിയാഴ്ച, പ്രവർത്തനം വേറെ വെള്ളിയാഴ്ച. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ഗുഡ് ഫ്രൈഡേക്ക് എന്താണ് അർത്ഥം? നമ്മള് ഇപ്പൊ എന്റെ പപ്പ സൂസൈഡ് മരിച്ചുപോയി, കഴിഞ്ഞ 2 കൊല്ലം മുൻപ് എന്റെ മമ്മി വിളിച്ചത്, മലം മൂത്രം എല്ലാം ഒന്നാ പോണ്ട് വാടാൻ മരിച്ചു. അത് മരിക്കത്തില്ല, ഇപ്പൊ മരിക്കത്തില്ല, ഏതാ സൈൻ കിട്ടും, അടയാളം കിട്ടും, അപ്പൊ പോയി കണ്ടിട്ട് വരാം. മരിച്ചുപോയി. അപ്പൊ അന്ന് പോകുമ്പോ ഇങ്ങനെ മരിച്ചത് ന്യൂസ് കേട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഭയങ്കര വിഷമം വരും. മാൻ ഓഫ് സെന്റിമെന്റ്സ്, വികാരങ്ങൾ, ഫീലിങ്സ്, വിഷമം വരും, കരച്ചൽ വരും. പിന്നെ അവിടെ പോയിട്ട് എന്റെ ചേച്ചി കരഞ്ഞാൽ இன்னுം കൂടുതൽ കരച്ചൽ വരും. നമ്മ വെറുതെ കരയാതെ പോയാലും ഈ ലേഡീസ് കരഞ്ഞ് നമ്മ കരപ്പിക്കും. இதான் ஒரு ட்ரிக்கான அப்படி. அப்புறம் அதுக்காக நமக்கு கரையாதிരിക്കാൻ പറ്റൂല, തന്നെ കരച്ചൽ വരും, ഇങ്ങനെ കരച്ചൽ വരും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം 1 മാസം 2 മാസം ആയ ശേഷം நம்ம அப்படியே நமக்கு ഈ ചിന്ത വരും. പപ്പ நம்ம கடைக்கு போகும்போது நமக்கு ഈ ஒரு உருண்டை போல ஒண்ணு சாதனம், ஸ்வீட் மோதையா இந்த அம்பாடி காரில் வைக்கல ஒரு சாதனம், വലിയ സാധനം എടുത്ത് അടിച്ചാ ജീവൻ പോയിരും. ബോണ്ട പോലെ இன்னொரு സാധനം ഉണ്ടല്ലോ, അരി ഉണ്ടല്ലോ, ഒരേ ഒരു അണ്ട. അത് ഇങ്ങനെ പോകുമ്പോതേ പപ്പ അത് മേടിച്ചു കൊടുത്തല്ലോ ആരിന് അത് പപ്പായ ഓർത്ത് ദുഃഖിക്കില്ല. ആദ്യം മരിച്ചപ്പോ ദുഃഖിച്ച് കരഞ്ഞ് എല്ലാം ചെയ്ത്. പക്ഷേ ആ സമയം 1 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ആ വഴി അമ്പാടി കഴിയാൻ പോലെ ഇറങ്ങി പപ്പ നമ്മള് വീട്ടിൽ പോകുമ്പോ ഇത് നിർത്തി മക്കളെ നിക്കടാ എന്ന് പറഞ്ഞ് ഒരു ബോണ്ട വാങ്ങി മേടിച്ചു കൊടുത്തല്ലോ. അവിടെ സന്തോഷം. പപ്പ ഉണ്ടെങ്കിൽ എനിക്ക് ബോണ്ട കിട്ടിയേനെ, പപ്പ ഉണ്ടെങ്കിൽ എനിക്ക് 2 ലാലിപ്പപ്പ് കിട്ടിയേനെ, പപ്പ ഉണ്ടെങ്കിൽ എനിക്ക് അത് കിട്ടിയേനെ, പപ്പ ഉണ്ടെങ്കിൽ മമ്മി தான் சுடிதார் வேண்டாம், சுடிதார் இப்ப வளர்ந்து போயில சுடிதார் இடலடி അങ്ങനെ പപ്പ എനിക്ക് சுடிதார் മേടിച്ചു തരും. അവിടെ പപ്പ ഓർക്കുമ്പോ ഒരു സന്തോഷം, ഒരു ഇഷ്ടം വരും. വരുമല്ലേ മനുഷ്യൻ എന്താ വരും. അപ്പോ ഈ ഗുഡ് ഫ്രൈഡേ വെക്കാൻ കാരണം ഇത് ജനറലി അക്സെപ്റ്റഡ്, വേൾഡ് ലെവലില് വേൾഡ്ലി അക്സെപ്റ്റഡ് ട്രൂത്ത് ആണ് ഗുഡ് ഫ്രൈഡേ. നമ്മ വെച്ച പേര് സാറഫുൾ ഫ്രൈഡേ, പെരിയ വെള്ളി, ഇങ്ങനെ എന്തെന്തോ പേരുണ്ട്, ദുഃഖ വെള്ളിയാഴ്ച ഇതുണ്ട്. പക്ഷെ ജനറലി അക്സെപ്റ്റഡ് ഗുഡ് ഫ്രൈഡേ. അത് ഗുഡ് ഫ്രൈഡേ എന്ന് വെച്ചാൽ മരിച്ചുപോയ ശേഷം ആ മരിച്ചുപോയ വ്യക്തിയുടെ ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങൾ, സവിശേഷതകൾ ഇതെല്ലാം ഓർത്ത് സന്തോഷിക്കുകയും സന്തോഷിച്ച ക്യാരക്ടേഴ്സ് മക്കൾക്ക് പകർന്നു കൊടുക്കുകയും, എടാ നിന്റെ അപ്പപ്പ എങ്ങനെയായിരുന്നു, നീ അതേപോലെ ജീവിക്കുന്നുണ്ടാ. എന്റെ മമ്മി അങ്ങനെ അന്തോണിസ്വാമി അറിവില്ല നല്ലവൻ, മത്യാസ് വീരത്തില, മത്യാസ് എന്റെ അപ്പന്റെ അപ്പൻ മാത്യു, അത് ധൈര്യമുണ്ട്. എന്റെ മമ്മിയുടെ അപ്പ അന്തോണിസ്വാമി, അവനക്ക് അറിവുണ്ട്. അപ്പൊ എന്റെ മമ്മി പറയും അറിവ് അന്തോണിസ്വാമി പോലെ എനിക്ക് കിട്ടണം, അപ്പൊ കാണിച്ചു കൊടുക്കുക.
ധൈര്യം ഈ മാത്യു പോലെ കിട്ടണം. രണ്ടും നിനക്ക് വേണംടാ അങ്ങനെ പറയും. നിനക്ക് ആവശ്യമുണ്ട് അങ്ങനെ പറയും. അത് ഉണ്ട്. അന്തോണി സ്വാമി പോലെ ബുദ്ധിയില്ല, പക്ഷേ മത്തിയാസ് പോലെ ധൈര്യമുണ്ട്. അപ്പൊ കാണിച്ചു കൊടുക്കുക, നിന്റെ അപ്പപ്പം പോലെ ഇങ്ങനെയായിരിക്കണം. അപ്പൊ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ധൈര്യവും ആത്മധൈര്യവും സന്തോഷവും ഉത്സാഹവും ആണ് തന്നെ വരും. അപ്പൊ അതുപോലെ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോ സന്തോഷമേ വരത്തുള്ളൂ, വീണ്ടും ദുഃഖം വരുള്ളൂ. അപ്പൊ അതിനു വേണ്ടിதான் ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പേര് വെച്ചത്. ഏത് നെറ്റിൽ പോയി അടിച്ചാലും ഇതാ ഉത്തരം വരും. ഏത് തത്വശാസ്ത്രം പഠിച്ചാലും ഇതാ വരും. ദൈവശാസ്ത്രം പഠിച്ച എന്ത് ധ്യാന ഗുരു ചോദിച്ചാലും ഈ ഉത്തരം ഇനി മറക്കാൻ പാടില്ല. അപ്പോ ഈശോ നമുക്ക് പഠിപ്പിച്ച ലിഖിതത്തിൽ കാണിച്ചു കൊടുത്ത ഇനി ലിഖിതം വഴിയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളിലും ഉപമകൾ വഴിയായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഓർക്കുകയും ഈശോ ചെയ്തതുപോലെ നമ്മളും ചെയ്യണം എന്നുള്ള മനസ്സ് ഉണ്ടാക്കുകയും വേണം. അതുതാ ഈ ഗുഡ് ഫ്രൈഡേ സന്തോഷമായിട്ട് ഇരിക്കുന്നതിനുള്ള. പക്ഷെ നമ്മളെല്ലാം പീപ്പിൾ ഓഫ് സെന്റിമെന്റ്സ് ആണത് കൊണ്ട് നമ്മൾ ദുഃഖം ആചരിച്ചുകൊണ്ടും കരയും. അന്ന് കൂടെ ഞായറാഴ്ച നൈറ്റ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് മൂവി ഇട്ടത് താഴെ അവിടെ കരഞ്ഞതെല്ലാം എന്റെ മുറിക്ക് ഓടി വന്ന് വെള്ളം. ഇവിടെ മക്കൾ കരഞ്ഞുകൊണ്ടിരുന്നു. കരഞ്ഞല്ലേ? കള്ളം പറയല്ലേ, കരഞ്ഞു. ഇങ്ങനെ കരഞ്ഞ് ഇതുവഴിയെ ഓടി എന്റെ മുറിക്ക് വന്ന് വെള്ളം. അങ്ങനെ എന്റെ ഈശോ അങ്ങനെ കരയോ? നല്ലതാണ്. പക്ഷേ സെന്റിമെന്റ്സ് അത് പാടില്ല. പക്ഷേ ഈശോ കാണിച്ചു കൊടുത്ത ഏതെങ്കിലും ഒരു നല്ല സവിശേഷത ജീവിക്കാൻ പറ്റോ? ജീവിച്ച് കഴിഞ്ഞിട്ട് നീ നിന്റെ കണ്ണു വഴി ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ആനന്ദ കണ്ണീർ മലയാളത്തില് സന്തോഷ കണ്ണീർ. அந்த സന്തോഷ കണ്ണീർ വരണം. ജീവിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് ആ ലിഖിതം വഴിയായിട്ട് പഠിപ്പിച്ചു കൊടുത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമാക്കുമ്പോൾ സന്തോഷ കണ്ണീർ വരണം. അത് കണ്ടിട്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ട് കരയാൻ പാടില്ല. അതുകൊണ്ട് ഗുഡ് ഫ്രൈഡേ എന്ന് പേര് വെച്ചത്. എല്ലാവർക്കും റെഡ് കളർ ഇഷ്ടമുണ്ടോ? റെഡ് കളർ ഇഷ്ടമുണ്ടോ? റെഡ് കളർ ഇഷ്ടമുള്ള ആൾക്കാർ ഈ ബുക്ക് എനിക്ക് ഇഷ്ടമുണ്ട്. റെഡും ബ്ലാക്കും ഇത് രണ്ടും എനിക്ക് ഇഷ്ടമുണ്ട്. ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആൾക്കാർ യാരും കൈ പോക്കൂല. ഉണ്ട് ഇല്ല, വെരി ഗുഡ്. ബ്ലാക്ക് സൂപ്പർ. ബ്ലാക്ക് പച്ച കളർ ചിങ്ങിച്ചാ അത് കൈ പോക്കും. മഞ്ഞ കളർ ചിങ്ങിച്ചാ എല്ലാത്തിനും കൈ പോക്കുക. അയ്യോ, ഏതോ ഒണ്ണുക്ക് കൈ പോക്ക്, എല്ലാത്തിനും കൈ പോക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലമേ ചില ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചു, കുരിശുമലയിൽ പോകുമ്പോ ഈ വലിയ കുരിശില് ഒരു തുണി, റെഡ് തുണി അവള് എൻട്രൻസില് തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്തിനാ തുണി? കുരിശുമലയ്ക്ക് പോകുമ്പോൾ കിളിയൂര്, അലിയൂര്, മുളിയൂര് എല്ലാവരുടെ വരിക ഈ കുരിശ് മരം നിൽക്കുന്നുണ്ട്, അതിൽ തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വൈ ഇറ്റ് ഈസ് വെയറിംഗ്? എന്തിനാണ്? ഏതെവിടുന്നുണ്ട്? നാം നോക്കുന്നുണ്ട്. പോയി മലക്കെല്ലാം കയറി വീണ്ടും വരുന്നുണ്ട്. ചില ആൾക്കാർ അന്ത തുണിയെ പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് പോവാം. ഓക്കെ, ഇറ്റ് ഇസ് സൈൻ ഓഫ് റെഫറൻസ്, ഒരു മര്യാദ. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ സ്റ്റോൾ തലയ്ക്ക് വെച്ചിരുന്നു. ഈശോ യഹൂദ പാരമ്പര്യത്തില് സ്റ്റോൾ എന്ന് പറഞ്ഞു, അതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം, സൗഖ്യം കിട്ടും. അതാ ഈശോയുടെ തുണി. എന്തിനു വേണ്ടി? വൈ റെഡ്. അപ്പൊ ഈശോ എന്തൊക്കെ കളർ ഉപയോഗിച്ചത്? റെഡ് കളറാ, വെള്ള കളറാ, പച്ച കളറാ, മഞ്ഞ കളറാ, കറുത്ത കളറാ? ഈശോയ്ക്ക് ഇട്ട് രണ്ട് കളർ ഉണ്ട്. എല്ലാം നന്നായിട്ട് കേൾക്കണേ. രണ്ട് കളർ. ഒന്ന് റെഡ്, കറുപ്പില്ല. രണ്ട് വെള്ള. ഒന്ന് ചോപ്പ്. ഒന്ന് ചോപ്പ്, റെഡ്, ചോപ്പ്, രണ്ട് വെള്ള. അപ്പോ ഈ വലിയ ദുഃഖവെള്ളിയാഴ്ച എന്നെങ്കിൽ ആചരിക്കുന്ന ഇന്ന് പ്രത്യേകം എന്തിനു വേണ്ടി കുരിശിലെ ചുവന്ന തുണി ഇട്ടത്? യേശുവിന്റെ മരണത്തിൽ രണ്ട് തരം തുണികൾ ഉപയോഗിച്ചു. ഒന്ന് നന്നാണ്ട് കാതു കൊടുത്ത് അങ്ങനെ യാർക്കും തെറ്റായി പഠിപ്പിക്കണ്ട. തെറ്റായി പഠിപ്പിച്ചാൽ തിരിച്ചു കൊടുക്കണം. ഒന്ന് ചുവന്ന തുണി, രണ്ട് വെള്ളത്തുണി. വെളുത്ത തുണി, ഇന്ന വെള്ളത്തുണി. അപ്പൊ ചുവന്ന തുണി എന്തിനു വേണ്ടിയാണ്? യേശുവിന്റെ മുറിവുകളെ പ്രതിനിധീകരിക്കുന്നു. അപ്പൊ
റെപ്രസെന്റ്, ഇത് അടയാളപ്പെടുത്താൻ യേശുവിനുடைய രക്തത്തെ മുറിവുകളെ അടയാളപ്പെടുത്താനുള്ള അത് റെഡ് കളർ അടയാളപ്പെടുത്താനുള്ള ഒരു സൈനാണ് ആ റെഡ് തുണി, ആ ചുവത്ത തുണി. രണ്ടാമത്തെ നാണക്കേടിന്റെ അടയാളമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നാണക്കേട്. അപ്പൊ நீங்க படத்துல கண்டு காணும், இப்போ யாராவது ஒரு லேடியை கொல்லணும், ஒரு மனுஷனை கொல்லணும் என்ன வச்சால் ரெட்டு துணி எடுத்து காலம் உண்டு, அந்த காலிட்ட இதை என்னன்னு കാണിച്ചിട്ട് ആ ലേഡിയോ ആ മനുഷ്യനോ തലയിലോ ഈ ദേഹത്തിലെ കെട്ടിവെച്ചാ ഈ മാട് ഓടി കൊത്തി കൊല്ലും. പടത്തലുണ്ട്. അത് നാണക്കേടിന്റെ അടയാളമായി ഉപയോഗിക്കപ്പെടുന്നു. അടുത്തത് യേശുവിന്റെ മരണശേഷം വിജയത്തിന്റെ പ്രതീകമായി, അത് ഒരു പ്രതീകമായി ആഘോഷിക്കണം. യേശുവിന്റെ മരണശേഷം அதுக்கு വേറെ വില കിട്ടിയത്, ഒരു മഹത്വം കിട്ടിയത്. அதுக்கு മുൻപ് നാണക്കേടിന്റെ അടയാളം, രക്തത്തിന്റെ അടയാളം, മുറിവിന്റെ അടയാളം വരുന്ന ചുവന്ന തുണി യേശുവിക്ക് ഇട്ടത് ശേഷം, യേശുവിന്റെ കുരിശിലെ ഇട്ടത് ശേഷം அதுக்கு വേറെ വില കിട്ടിയിട്ട് വിജയത്തിന്റെ ഇറ്റ് സൈൻ ഓഫ് വിക്ടറി, വിജയത്തിന്റെ അടയാളമായിട്ട് അത് മാറി. നാലാമത്തെ കാര്യം, യേശുവിന്റെ രക്തത്തെ ഓർമ്മിക്കാൻ വേണ്ടി ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ യേശുവിനുடைய വിജയം, യേശുവിനുடைய രക്തത്തെ ഓർമ്മിക്കാൻ വേണ്ടി യേശു എനിക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം, എന്റെ പാവങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തിന്റെ അടയാളമാണ് ഈ ചുവന്ന തുണി എന്നുള്ള അടയാളം നമുക്ക് സഭ ഇട്ടിട്ടുണ്ട്. നാം അത് ഓർക്കണം. അഞ്ചാമത്തെ, അത് കഷ്ടപ്പാടിന്റെ പ്രതീകമാണ്. കഷ്ടപ്പാട്, റെഡിനാല് കഷ്ടം, അത് ഡേഞ്ചർ സിഗ്നൽ, ട്രാഫിക് സിഗ്നൽ. അപ്പൊ കഷ്ടപ്പാടിന്റെ അടയാളമാണ്. 6, ഈ കാലത്ത് പ്രത്യേകം മുതിർന്നവരെ ആദരിക്കുന്നതിനായി ചുവന്ന വിരിപ്പ്, പർവ്വതാനി വിരിപ്പില്ല, പർവ്വതാനി വിരിക്കുന്നു വലിയ ആൾക്കാർക്ക് ഇടാൻ വേണ്ടി. അത് ഒരു അടയാളമാണ്. കോപം പ്രകടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അടയാളമാണ് ഈ ചുവന്ന തുണി. 8, തീയുടെ വേഗത വെളിപ്പെടുത്തുന്ന ഒരു അടയാളമാണ്. നിന്റെ ബ്ലഡ് ഭയങ്കര ചാട്ടം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ அந்த ബ്ലഡ് എങ്ങനെ ചാടുണ്ടോ അതുപോലെ ഭയങ്കര ചാട്ടമുള്ള വേഗത ഉള്ള ഒരു അടയാളമാണ് ഈ റെഡ് തുണി. ഇത് റെഡ്. അപ്പോ രണ്ടാമത്തെ വെള്ളത്തുണി. എന്തിനാ വെള്ളത്തുണി? 1 റെഡ് ചുവന്ന തുണി, 2 വെള്ളം. യേശുവിന്റെ മരണസമയത്ത് വെള്ളത്തുണി, യേശുവിന്റെ മരണസമയത്ത് അവന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന തുണിയുടെ നീളം എത്ര അടി? ഇതെല്ലാം ശാസ്ത്രം, സയന്റിസ്റ്റ് എല്ലാം കണ്ടെത്തി സഭ പക്കമായിട്ട് കൊടുക്കുന്ന അടയാളങ്ങളാണ്. എത്ര അടി? ചുറ്റിയുള്ള തുണിയുടെ നീളം 7 + 7 14 അടി, 14 അടി ആയിരുന്നു. യേശുവിന്റെ ഉയരം 6.4 അടി ഉയരം ഇരുന്നു. യേശുവിന്റെ ഉയരം 6 അടിയും 4 അത്രടി ഉയരം അങ്ങനെ ഇരുന്നു ഫസ്റ്റ് இந்த വെള്ളത്തിന്. അടുത്തത്, ഈ തുണി ആദ്യം എടുത്തത് ആര് ഇത് കണ്ടെത്തിയത്? யார் ஓடியது கல்லறைக்கு? മാഗ്ദല മറിയം ആദ്യം എടുത്തത്. ഈ ഈശോയുടെ വെള്ളത്തുണി ആദ്യം കണ്ടെത്തിയത്, ഈ തുണി ആദ്യം എടുത്തത് മാഗ്ദല മറിയമായിരുന്നു. പിന്നീട് അവൾ അത് സുരക്ഷിതമായി എടുത്ത് അമ്മ മാതാവുക്ക് കൊടുത്ത്, അമ്മ മാതാവ് അത് ശിഷ്യന്മാർക്ക് കൊടുത്ത്, ശിഷ്യന്മാർ അത് ഭദ്രമായി സൂക്ഷിച്ചു. അതങ്ങനെ സത്യമായി സൂക്ഷിച്ചു. ഇത് നന്നായിട്ട് കേട്ട് വെക്കണേ. ഇനി ഇത് ആരോ നിങ്ങൾ തെറ്റായിട്ട് പറയാൻ പാടില്ല. സൂക്ഷിച്ചു ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കെ വേദകലാപന യുദ്ധം വരുന്നുണ്ട്. വേദകലാപന സമയത്ത് ശിഷ്യന്മാർ ആ തുണി ജർമ്മൻ രാജാവായ ലെനിന് കൈമാറി. എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവൻ വന്ന് അടിച്ച് നശിപ്പിച്ച് കൊന്നു കളയും. இந்த തുണിയെ നീ സൂക്ഷിച്ച്, നീ രാജാവാണ്. അതുകൊണ്ട് ജർമ്മൻ രാജ ലെനിൻ ഈ കമ്മ്യൂണിസ്റ്റ്. അപ്പോ നമുക്ക് എതിരില്ല. എങ്ങനെയാണ് നമ്മൾ എതിരിന് പറയുക? പക്ക കമ്മ്യൂണിസ്റ്റ് ആരൊരു ജീസസ് പക്ക കമ്മ്യൂണിസ്റ്റ് ആണ്. ദ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞ എല്ലാ കാര്യം അതിലുണ്ട്. അതുകൊണ്ട് നമുക്ക്
പക്ഷേ ഒരു കാര്യത്തെ മാത്രം அவங்க എടുത്ത് പിടിച്ചിട്ട് മറ്റെല്ലാം ഈശോയ്ക്ക് മാറുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇഷ്ടപ്പെടില്ല. ഈശോ പറഞ്ഞ എല്ലാം அந்த ലെനിൻ ബുക്കിലുണ്ട്. ലെനിൻ കമ്മ്യൂണിസ്റ്റ് അത് അതിലുണ്ട്. അപ്പോ ആ ലെനിന്റെ കൊടുത്തു ആ തുണി ജർമ്മൻ രാജാവായ ലെനിൻ കൈമാറി. അദ്ദേഹം അത് സർക്കാർ സംരക്ഷണത്തിൽ സൂക്ഷിച്ചു. 500-1000 വർഷം ജീവനോട് ഉണ്ടാവത്തില്ല. ഞാനും മരിക്കുമെന്നുള്ള ബോധം ഈ ലെനിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ സർക്കാരിലെ ഉപയോഗിച്ചു. സർക്കാർ ഗവൺമെന്റിന്റെ സുരക്ഷിതമായി സൂക്ഷിച്ച് അദ്ദേഹം സർക്കാർ സംരക്ഷണത്തിന് വേണ്ടി സൂക്ഷിച്ചു. അടുത്തത് ടൂറിൻ നഗരത്തിലാണ് ഇത് സൂക്ഷിച്ചു വച്ചിരുന്നത്. ടൂറിൻ നഗരത്തിൽ വച്ചിരുന്നത്. അതിനാൽ ഇതിനെ ടൂറിൻ നഗരം എന്ന് വിളിക്കപ്പെടുന്നു. 47 ഈശോയെ എന്റെ തുണിയെ കുറിച്ച് അറിയുമ്പോൾ എங்களுக்கு ഉറക്കുന്ന മതി ഈശോയെ. இல்ல துணியை குறிச்சு வருவேன். ஏன்னா துணினாலே எல்லாருக்கும் புதப்புனாலே உறக்கம் வரும். துணினாலே உறக்கம் வரும். இப்ப நம்ம நடந்து போயிட்டு உண்டு, ஒரு ക്ഷീണം ഉണ്ട്. അതോട് ചേർത്ത് നല്ല നേർച്ച കഞ്ഞി കുടിച്ചിട്ടുണ്ട്, ഒരു അടുത്ത് ഉണ്ട മയക്കം തൊണ്ടനക്കം ഉണ്ട്, ഒരു ക്ഷീണം ഉണ്ട്. അതും നല്ല ഫാനും ഉണ്ട്, ഒരു ക്ഷീണം ഉണ്ട്. കാലാവസ്ഥ ഒരു നല്ല കാമായിട്ട് ഉള്ളതോടെ ലൈറ്റ് ഉണ്ടും ലൈറ്റ് ഇല്ലാതും ഒരു കാലാവസ്ഥ ഒരു ഉറക്കം വരും. അങ്ങനെ നിന്നെ നല്ല ഒരു സന്ദേശമാണ് തുണിയെ പറ്റി അറിയുന്നത്. എനിക്ക് തുണിയെ കണ്ടാലേ ഉറക്കം വരും. ചില ആൾക്കാർ തലേനെ കണ്ട ഉറക്കം വരും, ചില ആൾക്കാർ കട്ടില് കണ്ട ഉറക്കം വരും, ചില ആൾക്ക് ദിവാൻ കോട്ട കണ്ട ഉറക്കം വരും. ഇങ്ങനെ ഓരോ ആൾക്കാരും ഓരോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. எனக்கு എന്റെ சேர் இந்த சேர் அதுல போயிருந்தா எனக்கு தண்ணி உறக்கம் வரும். கட்டில போய் கிடந்த உறக்கம் வரல. அந்த சேர்ல இருந்தா இருந்து நம்ம பையன்மார் வந்துட்டு அச்சா நான் சேர்ல இருந்துட்டே உறங்கி போவோம். சில சமயம் நான் கதவை வச்சுட்டீங்கன்னு அச்சா ஐயோ சேர்ல இருந்து உறங்கி போயோ അങ്ങനെ அது ஒரு വ്യക്തിയും ஒரு இன்ட்ரெஸ்ட் ഉണ്ട്. நான் சேர்ல இருந்தே உறங்கும். என்னதெல்லாம் பூச்சை உறக்கம். என்ற உறக்கம் பூச்சை உறக்கம். ഒത്തിരി ഉറങ്ങത്തില്ല. ചേറിൽ എന്നിട്ട് 2 മിനിറ്റ് ഉറങ്ങി, പിന്നെ എനിക്ക് പിന്നെ 2 മിനിറ്റ് ഉറങ്ങി പൂച്ച ഉറക്കും. അങ്ങനെ ഇപ്പൊ ഈ തുണിയെ കണ്ടപ്പോലെ കേട്ടപ്പോ കണ്ടത് മഗ്ദലന മരിയ, കേട്ടത് നീங்களும். നമ്മളെ രണ്ടാമത്തെ മഗ്ദലന മരിയ, ആദ്യത്തെ മഗ്ദലന മരിയ അവള് ഇതെല്ലാം ഇത് രണ്ടാമത്തെ മഗ്ദലന മരിയ കേൾക്കാനേ പറ്റുള്ളൂ. ആ ഭാഗ്യമേ നമുക്ക് കിട്ടിയുള്ളൂ. അവൾക്ക് കാണാനും കേൾക്കാനും എടുക്കാനുമുള്ള ഭാഗ്യം ആ മഗ്ദലന മരിയ നമുക്ക് കിട്ടി. അപ്പൊ ഈ തുണിയെ ഓർക്കുമ്പോ വൈകിട്ട് പോയിട്ട് സുരക്ഷിതമായിട്ട് ഇരുന്ന് അടുത്ത ഒരു കഞ്ചി കുടിച്ചിട്ട് നമ്മൾ ഉറങ്ങാം. God bless you many people. അങ്ങനെ ടൂറിൻ നഗരത്തിൽ വെച്ചു. അടുത്തത് 11ാം നൂറ്റാണ്ടിൽ 30 വർഷങ്ങൾക്ക് ശേഷം 33 ശാസ്ത്രജ്ഞർ സയന്റിസ്റ്റ് യേശുവിന്റെ കവചം റിസർച്ചിന് വിധേയമാക്കി. അപ്പോ ഇതെടുത്ത് എല്ലാവർക്കും ഡൗട്ട്, ഇത് അവൻ തുണിയാ ഇല്ല വേറെ തുണിയാ, എന്താണ് ഇവൻ തുണി, അതിന് കണ്ടെത്തണം. അപ്പൊ എല്ലാ സയന്റിസ്റ്റും വിളിച്ച് റിസർച്ച് വിട്ട്. അപ്പൊ 1978 ശേഷം ഫ്രാൻസിസ് രണ്ടാമൻ മാർപ്പാപ്പ യുദ്ധവസ്ത്രത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ അനുവദിച്ച്. നടത്തിക്കോടാ എന്ന് പറഞ്ഞ് ഉറപ്പുണ്ട്, ഇത് ഈശോയുടെ തുണി എന്ന് ഉറപ്പുണ്ട്, നടത്തിക്കോടാ മക്കളെ. ദിനേശ് എന്നറിഞ്ഞ നല്ല ഒരു പേരുണ്ട്. പേരെന്നാ? ശാസ്ത്രജ്ഞർ അല്ല, സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞർ. മക്കളെ നടത്തിക്കോ എന്ന് അനുവദിച്ച് അവർ യേശുവിന്റെ തുണിയുടെ 1.5 സെന്റിമീറ്റർ മുറിച്ച് ഗവേഷണത്തിന് വിധേയമാക്കി. മുറിച്ച് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം. ഫ്രാൻസിസ് ടെസ്റ്റിന് വിട്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ അതിന് അങ്ങനെ അങ്ങേര് പോയി. അടുത്ത മാർപ്പാപ്പ വന്ന് ഇങ്ങനെ പോയത് വീണ്ടും തടയാൻ പറ്റും മാർപ്പാപ്പ കൊണ്ട്. പക്ഷെ ഇങ്ങനെ நான் தடஞ்ச ஆள்கார் പറയും அப்ப இது கள்ளத்துணி, இது ஈஸ்வர துணி இல்ல என்ன ஆள்கார் மத்த ஆள்கார் പറയും. അതുകൊണ്ട് ഓക്കെ നാം തടയുന്നില്ല. വീണ്ടും നീ ടെസ്റ്റിക്ക് കൊണ്ടുപോടാണ്. ബെനഡിക്ട് 16 അങ്ങേരും അനുമതി നൽകി. യേശുവിന്റെ ശരീരം പൊതിഞ്ഞ യഥാർത്ഥ കഫൻ ഇതാണോ എന്ന് അവർ അന്വേഷിച്ച് യേശുവിന്റെ തലയിൽ ധരിച്ചിരുന്ന മുൾക്കിരീടം ഒരു சிரஸ்திரம், அந்த முள்கரிடத்துல ஒரு துணி வைக்கும். இந்த ஹெல்மெட் வைக்கும்போ ஒரு எந்த முள்கரிடம் வைக்கும் போது இது வச்சது ஒரு துணி வைக்கும். முள்கரிடம் சிரஸ்திரம் എന്തിനാ? മുൾക്കിരീടം ഒരു ശരസ്ത്രം. ഇങ്ങനെ മുള്ളു വെക്കണം. ഇത് മുള്ളു തന്നെ വയ്ക്കുമ്പോ താഴെ ഒരു തുണി വെക്കും. എന്തിനാ? തുണി വെച്ചിട്ട് അടിച്ചാൽ നിൽക്കും.
ഇല്ല വീഴ്ന്നില്ല, അത് പിടിച്ചു നിൽക്കും, പിടിച്ചു നിൽക്കും. അത് എത്ര നല്ല ഭയങ്കര ബുദ്ധി അപ്യം പിടിച്ചു നിൽക്കും. ശ്രേഷ്ഠം പോലെയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. മുള്ളുകളുടെ കിരീടത്തിന്റെ ഘടന ഘടന അത് സൂപ്പറായിരിക്കും. യേശുവിന്റെ കുരിശിൽ തറയ്ക്കാൻ ഉപയോഗിച്ച കുന്തം താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയിരിക്കുന്നതായും കുന്തത്തിന്റെ വലിപ്പം 1.5 ഇഞ്ച് മുതൽ 4.5 ഇഞ്ച് വരെയാണെന്നും പറയപ്പെടുന്നു. തുണിയിൽ പതിഞ്ചിരിക്കുന്ന കുന്തത്തിന്റെ വലിപ്പം അതും ഇതില് കീറപ്പെട്ട അതും സെയിം. അതുക്കടുത്ത ടെസ്റ്റ്, നല്ല ടെസ്റ്റ്. യേശുവിന്റെ കൈത്തണ്ടയം ഇത് പേരാണ് കൈത്തണ്ടല്ലേ, ഇത് കൈപ്പത്തി, ഇത് കൈത്തണ്ട. ഈശോയെ അടിച്ചത് ഇവിടെ അല്ല, എല്ലാവരും ഓർക്കണം. ഇവിടെ അടിച്ച ഇതെല്ല ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആടടിക്കുമ്പോ, ആട് കൊള്ളുമ്പോ അവിടെ പോയി നിന്ന ബാക്കില് ഈ കാലം മുറിച്ചിട്ട് അത് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ എടുത്തു ആ 50 കിലോ വെയിറ്റും ആട് നിൽക്കും, ആ ഒറ്റ കാലിൽ നിൽക്കും, പൊട്ടി പോവില്ല. അതേപോലെ വേറെ സ്ഥലത്ത് അടിച്ച കാലില് മണക്കെട്ട് ഇതിലടിച്ച പൊട്ടി ബാഡി താഴെ വീഴുന്നു, പെട്ടെന്ന് താഴെ വീഴും, കീരി താഴെ വീഴും. അതുകൊണ്ട് ഇവിടെ നിന്ന് അടിക്കും. ഈ ഷോട്ട് അടിച്ച് നീ പടത്തിൽ കാണുമ്പോ ഇതും കാണിക്കാം. നീ കുരിശിൽ വയ്ക്കുമ്പോ ഇതിലേക്കും, കുരിശിൽ വയ്ക്കുമ്പോ ഇവിടെ നിങ്ങൾ കാണും വെച്ച് കൈത്തണ്ട ഇവിടെ നിന്ന് അടിക്കും. അവിടെ വെച്ച് ബോഡി താഴെ വീഴില്ല, അതിൽ വെച്ചത് കൈത്തണ്ടിൽ വെച്ച ശേഷം അടുത്തത് കൈത്തണ്ടിൽ വെച്ച ശേഷം അതും കണ്ടെത്തി, അത് റിയൽ എന്ന് കണ്ടെത്തി. തുണി പരിശോധിച്ചപ്പോൾ യേശുവിന്റെ രക്തം, യേശുവിടെ ഏത് ഗ്രൂപ്പ്? AB പോസിറ്റീവ് ആൾക്കാർ കൈപ്പോക്ക്. AB പോസിറ്റീവാ? ഞാൻ B പോസിറ്റീവ് ഉള്ളു. AB പോസിറ്റീവാ? AB പോസിറ്റീവ് ആൾക്കാർ കൈപ്പോക്ക്. നീங்கெல்லாம் AB പോസിറ്റീവ് ഇല്ല, മത്ത ആൾക്കാർ AB പോസിറ്റീവ്. AB പോസിറ്റീവ് ആൾക്കാർ AB പോസിറ്റീവ് ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇവിടെ ഈ ദേവാലയത്തിലെ ദുഃഖ വെള്ളിയാഴ്ച എന്ന് നിങ്ങളുടെ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പേര് വെച്ച ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ സഭ പഠിപ്പിക്കുന്നത് ഗുഡ് ഫ്രൈഡേ നല്ല ദിവസമാണ്. ഈ നല്ല ദിവസത്തിന്റെ അവസരത്തിൽ ഈ വൈകുന്നേരം ഈ സാധാരണ സമയത്തിൽ നിങ്ങൾ നിൽക്കുമ്പോ നിങ്ങൾക്കും എനക്കും ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഒന്നേ ഉള്ളു. ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും ഒറ്റ ഗ്രൂപ്പേ ഉള്ളു, അത് AB പോസിറ്റീവ് ആണ്. ഈശോയുടെ ബ്ലഡ് AB പോസിറ്റീവ് ആണ്. അത് അന്ത തുണിയും അടുത്ത இன்னொரு തുണിയുണ്ട്. തുണി പരിശോധിച്ചപ്പോൾ യേശുവിന്റെ രക്തം AB പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. അന്ത 1.5 മീറ്റർ പിടിച്ച് കീറി കൊണ്ടുപോയല്ലോ, അത് കണ്ടെത്തി. കണ്ട ശേഷം അവർ ഇത് എങ്ങനെ സ്ഥിരീകരിച്ച് അത് ഡൗട്ട് ഉറപ്പാക്കണം. പല സന്ദർഭങ്ങളിലും ദിവ്യകാരുണ്യ ശുശ്രൂഷ രക്തമായി മാറുന്നു. ഒരു நீங்க മിറക്കിൾ ഓഫ് യൂക്കറിസ്റ്റ് അങ്ങനെ അടിച്ചിങ്ങനെ ദ ഫേമസ് മിറക്കിൾ 10 ഉണ്ട്. 10 ദിവ്യകാരുണ്യ മിറക്കിൾ ഉണ്ട്. ദിവ്യകാരുണ്യ മിറക്കിൾ ഉണ്ട്. അതില് ബ്ലഡ് വരും. அந்த ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത AB പോസിറ്റീവ്. ഇറ്റലിയില് നടന്ന ഫസ്റ്റ് അത്ഭുതം. അതിലും ബ്ലഡ് വരും. அந்த ബ്ലഡില് എടുത്ത് സയന്റിസ്റ്റ് ടെസ്റ്റ് ചെയ്ത് AB പോസിറ്റീവ്. അപ്പോ അന്ന് അங்கே തുണിയെ 1.5 മീറ്റർ കീറി ടെസ്റ്റ് ചെയ്ത് AB പോസിറ്റീവ്. അടുത്തത് இன்னொரு ആൾക്ക് AB പോസിറ്റീവ് ഉണ്ട്. ഇത് 3 വച്ചുതാ ഈശോയുടെ ബ്ലഡ് AB പോസിറ്റീവിന് കണ്ടെത്തിയത്. അവർ ഇത് എങ്ങനെ സ്ഥിരീകരിച്ചു? രക്തമായി മാറുന്നു. അവര് പരിശോധിച്ചപ്പോ ജീവനുള്ള രക്തത്തിന്റെ രക്തഗ്രൂപ്പും കുർബാനയിൽ ഒഴിച്ച രക്തത്തിന്റെ രക്തഗ്രൂപ്പും അപ്പോ அந்த തുണിയിലുള്ള രക്തഗ്രൂപ്പും അവൻ ജീവനോട് ഉണ്ടായിരുന്നപ്പോ അപ്പവിന്റെ രക്തഗ്രൂപ്പും കുർബാനയിൽ ഈ അത്ഭുതം വഴിയായിട്ട് ഉണ്ടായിരുന്ന രക്തഗ്രൂപ്പും രക്തഗ്രൂപ്പും ഒന്ന് തന്നെ ആയിരുന്നു. ഇത് 3 ഒന്നായിരുന്നു. ഇത് ഇവங்களுக்கு ഡൗട്ട്. ഇന്നും ഒരാളും ഉണ്ട്. അത് യാര്? അത് കണ്ടെത്തിയതാ ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അത് യാര്? അടുത്തത് ഒരു DNA ടെസ്റ്റ് ചെയ്യണം. ഇത് മാത്രം പോരാ, DNA ടെസ്റ്റ് ചെയ്യണം. DNA ടെസ്റ്റ് പരിശോധനയിൽ 2 തരം DNAകളുണ്ട്. 2 തരം DNAകളുണ്ട്. ന്യൂക്ലിയർ, മൈക്രോ കാൻഡ്രിയ. ഇതെല്ലാം സയൻസ് പഠിച്ച ആൾക്കാർക്ക് അറിയാം, ഡോക്ടേഴ്സ്ക്ക് അറിയത്തില്ല. ന്യൂക്ലിയർ മൈക്രോ കാൻഡ്രിയ. അടുത്തത് ന്യൂക്ലിയർ
പുരുഷനാണ്. അടുത്തത് മൈക്രോകാൻഡ്രിയ സ്ത്രീയാണ്. സ്ത്രീകൾക്ക് ഉള്ള മൈക്രോകാൻഡ്രിയ ഒന്ന്, പുരുഷനുக்கு ഉള്ള മൈക്രോകാൻഡ്രിയ ഉണ്ട്. അപ്പൊ പുരുഷന് ഈശോയ്ക്ക് ഉള്ള ഈ AB പോസിറ്റീവും തുണിയിലുള്ള AB പോസിറ്റീവും പിന്നെ ഈ ദിവ്യകാരണത്തിലുള്ള AB പോസിറ്റീവും മൂന്നും സെയിം ആയി. അപ്പൊ ഉറപ്പായി. അടുത്തത് ഇവൻ എവിടെ ജനിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നുള്ളൂ, ഇവൻ ജന്മം എടുത്തെന്ന് പറയില്ല. അപ്പൊ ഈ ലേഡിയെ ടെസ്റ്റ് ചെയ്യണം. ഏത് മരിയവ അമ്മ മാതാവ് ടെസ്റ്റ് ചെയ്യണം. ഇതിൽ മൈക്രോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മൈക്രോ കാൻഡ്രിയകൾ ഒരു പാലസ്തീനിൽ യുവതിയുടേതാണ്. പാലസ്തീനത്തിലുള്ള ഒരു യുവതിയുടെ ആ യുവതിയുടെ കുറിപ്പായിരുന്നു അത് ആറ്, അത് അമ്മ മാതാവ്. அந்த യുവതി ആ സമയത്ത് ഈ മാതാവുക്ക് ഉള്ള വയസ്സ് കുഞ്ഞു വയസ്സേ ഉള്ളൂ. അപ്പൊ യുവതിയുടെ ബ്ലഡ് ആയിരുന്നു അത്. അവരുടെ ബ്ലഡ് AB പോസിറ്റീവ് ആയിരുന്നു. അപ്പോ കണക്കെല്ലാം ശരിയായി. ഇവന്റെ രക്തം, ജീവനോടുള്ള രക്തം, മരിച്ച ശേഷം തുണിയിലുള്ള രക്തം, പിന്നെ ഇവന്റെ കുർബാനയിൽ 10 അത്ഭുതങ്ങൾ, അതിൽ ഫേമസ് അത്ഭുതം ഇട്ടല്ലുള്ളത്, അതിനുള്ളിലെ AB പോസിറ്റീവ് ബ്ലഡും. പിന്നെ ഇത് DNA ടെസ്റ്റ് എടുത്ത് അമ്മ മാതാവ് കൂടിയത് എടുത്തു വെച്ച ശേഷം എല്ലാം ഒരേ കുറിപ്പായിരുന്നത് കൊണ്ട് ഇത് ജീവനുള്ള കർത്താവാണ്, ലോക രക്ഷകനാണ്, ക്രിസ്തു രാജാവാണ് എന്നുള്ള ചരിത്രത്തിന്റെ ദൈവമാണ് ഹിസ്റ്റോറിക്കൽ ഗോഡ്. മറ്റ റിലിജനിൽ ഉള്ളതെല്ലാം പ്രാണ കഥകൾ, സ്റ്റോറി. അച്ഛനെ പറഞ്ഞേക്കാൻ നിങ്ങൾ പറയും, ഞാൻ അതെല്ലാം പഠിച്ചെടുത്ത് ഇങ്ങോട്ട് വന്നത്. നീ ഇവിടെ കൂവാൻ പറ്റും, മറ്റ ആൾക്കാർ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എങ്ങനെ നീ പറയാം. നീവനാ പറഞ്ഞേക്ക്. പക്ഷേ എനക്ക് ഉറപ്പുണ്ട്, ഇത് ഈശോ ജീവനുള്ള കർത്താവാണ്, ചരിത്രത്തിന്റെ നായകനാണ്, ചരിത്രത്തിന്റെ ദൈവമാണ്, ഹിസ്റ്റോറിക്കൽ ഗോഡാണ് ക്രിസ്തുരാജ. അതുകൊണ്ട് ഉറപ്പായിരിക്കും. അടുത്തത് ഡെത്ത് 3 മണിക്ക്. ഡെത്ത് 3 മണിച്ചതാണോ? ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ എന്റെ ചോദിച്ച് ഇത് 3 മണിതാണോ എങ്ങനെയാണ് എന്റെ ചോദിച്ച്, അതൊക്കെ ഉത്തരം പറയാം. യേശു 3 മണിക്ക് മരിച്ചോ എന്ന് പരിശോധിച്ചപ്പോൾ അവൻ 3 മണിക്ക് മരിച്ചുവെന്ന് തെളിഞ്ഞു. അതായത് പലസ്തീൻ, ഇസ്രായേൽ മേഖലയിൽ 4 മണി പൂവ് ഇവിടെ ഉണ്ടോ? 4 മണി പൂവ്, 3 മണി പൂവുണ്ടോ, 5 മണി പൂവുണ്ടോ? ഓരോ മണിക്കൂറും ഒരു പൂവുണ്ട്. അവിടെ പലസ്തീനിലുണ്ട്. പറഞ്ഞു തരാം. 3 മണിക്ക് മരിച്ചവെന്ന് തെളിഞ്ഞു. അതായത് പലസ്തീൻ, ഇസ്രായേൽ മേഖലയിൽ 4 മണി പൂവ് വിരിയുന്നു. പക്ഷേ പർവ്വത പ്രദേശത്ത് മാത്രം അത്. ആ പൂവിന്റെ പേര് കബാട്ടിയ. അടുത്തത് ഇന്നൊരു പൂവുണ്ട്. ഒന്ന് കബാട്ടിയ, ഇന്നൊന്ന് ഇറ്റീസിയ എന്നാണ്. ഈ 2 പൂവുണ്ട്. അത് 3 മണിക്ക് പൂക്കുന്ന പൂ, വിരിയുന്ന പൂ. വൈകുന്നേരം 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് ഈ തരം പൂവ് വിരിയുന്നത്. அதுக்கு முன்னமோ பின்னமோ விரியத்திല്ല. ഈ പൂവിന് 4 മണിക്കൂർ പുഷ്പം എന്ന്, அதுக்கு മറ്റൊരു പേരുണ്ട്, 4 മണിക്കൂർ പുഷ്പം എന്നുള്ള പേരുമുണ്ട്. പുഷ്പം എടുത്ത് ഒരു ഏഷ്യൻ മനുഷ്യന്റെ ശരീരത്തിൽ അടക്കം ചെയ്യുമ്പോൾ വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്ത് മരിക്കുന്ന വ്യക്തികൾക്ക് ആ സമയത്തുള്ള പൂവ് വയ്ക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് വെച്ചാൽ അതുക്ക് മുന്നമേ പിന്നമേ വെച്ചാൽ വേറെ പൂവ് വയ്ക്കാൻ പറ്റും. ഇതാണ് മെയിൻ എവിഡൻസ്. അപ്പോ ആ സമയം ചീത്തപ്പാടിക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോ ചീത്തപ്പാടിക്ക് நீங்க ചോദിക്കും, കാലത്ത് 5 മണിക്ക് മരിച്ചിട്ട് ആ പൂ വയ്ക്കാലോ, അങ്ങനെ നിങ്ങൾക്ക് இந்த നരി കുറുക്കൻ ബുദ്ധി വരും, അങ്ങനെ വയ്ക്കാലോ. അങ്ങനെ ബോഡി ചീത്തയായി കഴിഞ്ഞാൽ പൂ വയ്ക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് അടക്കം ചെയ്യണം. അപ്പോ ആ സമയം മരിച്ചത് കൊണ്ട് 3 മണിക്ക് മരിച്ചത് കൊണ്ട് ആ 3 മണിക്ക് ഇടയ്ക്ക് 3 മണി 4 മണിക്ക് ഇടയ്ക്ക് ഉള്ള ഈ കബാട്ടിയ, ഇറ്റീസിയ, ഈ 3 മണിക്ക് വിരിയുന്ന പൂവ് എടുത്ത് ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ മരിച്ചുപോയ മനുഷ്യനുക്ക് വയ്ക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈശോയ്ക്ക് വെച്ച പൂവ് தான் ഈ പൂവ്. അതുകൊണ്ട് ഇങ്ങനെ ഇത്ര മണിക്ക് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നു. അപ്പോ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ അറിഞ്ഞ ശേഷം നിങ്ങൾ തെളിച്ച് നല്ല രീതിക്ക് ഈശോയുടെ വിശ്വാസം ആഴപ്പെടണം. ഒരു സ്കോട്ട്ലാൻഡ്
ഇട്രിയൻ ഒരു 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 ടൗൺ ഉണ്ട്. ആ ടൗണില് ഈ பாமன் பாலம், ராமேஸ்வரம் பாமன் பாலம் போல நீங்கள் கேட்டு കാണും. കപ്പൽ വരുമ്പോ ഓപ്പൺ ആവും, ട്രെയിൻ വരുമ്പോ ക്ലോസ് ആവും, ട്രെയിനും പോവും കപ്പലും പോവും. രാമേശ്വരം ഇപ്പൊ അങ്ങനെ രാമേശ്വരം ആ ദ്വീപുക്ക് ഈ ദ്വീപിക്ക് കണക്ഷൻ ആണ്. കപ്പൽ വരുമ്പോ ഓപ്പൺ ആവും, വലിയ പാളമേ ഇങ്ങനെ ഓപ്പൺ ആയി നിൽക്കും. ട്രെയിൻ വരുമ്പോ അവിടെ ഒട്ടിക്കും, ഇങ്ങനെ ഫ്ലാറ്റ് ആവും, ട്രെയിൻ പോവും. അങ്ങനെ ഈ സ്കോട്ട്ലാൻഡിലെ ഈ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് നിയന്ത്രിക്കുന്നത് ഒരു വ്യക്തി. ആ വ്യക്തിക്ക് ഒരു മൗണ്ട് ഇയക്കി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പയ്യൻ 5 വയസ്സ് പയ്യൻ എന്ത് ചെയ്ത് അതിൽ പോയിട്ട് அந்த ഫ്രിഡ്ജില് ഇരിക്കുമ്പോ അത് ഇങ്ങനെ നിൽക്കുന്ന ഫ്രിഡ്ജിലെ കയറി കളിച്ചുകൊണ്ടിരിക്കുക. ട്രെയിൻ അങ്ങോട്ട് വന്നു. പെട്ടെന്ന് വന്നു. ട്രെയിൻ സൗണ്ട് കേട്ടത് ഇங்கே അടച്ചേ പറ്റും, இந்த പാളത്തെ അടച്ചേ പറ്റും. ആ സമയത്ത് ഈ കണ്ണടയിലെന്ത് നോക്കുമ്പോ ഇങ്ങേരുടെ മൊബൈൽ ആ ബ്രിഡ്ജിലെ പാളത്തിലെ മോൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. ഇങ്ങേർക്ക് ഭയങ്കര സങ്കടം. അടച്ചേ പറ്റും, ഇല്ലെങ്കിൽ ട്രെയിനിൽ വന്നിട്ട് ആയിരക്കണക്കാണ് മക്കൾ മരിച്ചു പോകും. അപ്പോ ഇങ്ങേര് ഭയങ്കര വിഷമം. പ്രാർത്ഥിച്ച് നോക്കുന്നു, ഒന്നും പറ്റിട്ടില്ല, നിർത്താനും പറ്റില്ല. നിർത്താൻ എല്ലാം കടലിൽ വീഴ്ന്ന് എല്ലാം മരിച്ചു പോകും. അത്ര മക്കൾ മരിച്ചു പോകും. ഇങ്ങനെ ആ കണ്ണട വഴിയായിട്ട് മകനെ നോക്കിക്കൊണ്ടേ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഈ ബ്രിഡ്ജ് ഇങ്ങനെ അടച്ച് 2 ബ്രിഡ്ജും ചേർന്ന് ആ മകനെ ചതച്ച് പാപ്പടം പിച്ച് നൂലാക്കി மறிச்சு இங்கே கரைச்ச ആ ട്രെയിനിൽ വന്ന് ഒരു വ്യക്തി കൂടെ അറിഞ്ഞുകൂടാ ഇവ മരിച്ചത്. ദൈവത്തിനും ആ കുഞ്ഞിക്കും അറിഞ്ഞു, കുഞ്ഞു മരിച്ചു പോയില്ല. ഈ അപ്പനൊക്കെ മാത്രം തന്നെയാണ്. ട്രെയിനിലുള്ള ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്ത് സുഭിക്ഷമായിട്ട് സന്തോഷത്തോട് ഏതോ ഒരു അപകടം ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന പാലം ഇങ്ങനെ அவங்க നോക്കുന്നുണ്ട്. ആ ട്രെയിൻ വരുമ്പോൾ നോക്കുന്നുണ്ട്. അവங்களுக்கு അറിയാം ഇത് ഫേമസ് പാലം. ഇങ്ങനെ ട്രെയിൻ വരുമ്പോൾ നോക്കാം അടി മടങ്ങി വരുമ്പോ ആൾക്കാർ ഇങ്ങനെ വിട്ട് നോക്കുക. പക്ഷെ അതിലെ ഈ 5 വയസ്സ് മോൻ ചെതറിച്ച് ചങ്ങാപ്പിന്നമ്മായി പപ്പടമ്പളെ ചെതറിച്ച് മരിച്ചു. ഒരു വ്യക്തി കൂടെ അറിഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, ഇതേപോലെതാണ് ഈ ലോകത്തിന്റെ യാത്രയിൽ നിങ്ങൾ യാത്ര ചെയ്യുക. എന്തിനു വേണ്ടി കുരിശിന്റെ വഴി, എന്തിനു വേണ്ടി ഈശോ, എല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അറിയാതെ ഒരു ആചാരം, അറിയാതെ ഒരു ആചാരം, അറിയാതെ ഒരു കുർബാന, അറിയാതെ ഒരു കുരിശിന്റെ വഴി, അറിയാതെ ഒരു പാദപൂജ, അറിയാതെ ഒരു കുടുംബ പ്രാർത്ഥന, അറിയാതെ ഒരു നൊവീന, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അറിയാതെ കാര്യങ്ങൾ അറിഞ്ഞതുപോലെ അഭിനയിച്ചുകൊണ്ട് എല്ലാ ആചാരങ്ങളും അടിപൊളിയായിട്ട് കാണിക്കുന്നതിലും അത് കൂട്ടി വലുതായിട്ട് കാണിക്കുന്നതിലും മിടുക്കുകളാണ് നിങ്ങളും ഞാനും. പക്ഷേ ആ കുഞ്ഞ് മരിച്ചത്, അവിടെ യാത്ര ചെയ്ത് ഏതൊരു വ്യക്തിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ നമ്മള് എന്തിനു വേണ്ടി ഈശോ മരിച്ചു എന്നുള്ള യഥാർത്ഥ ഉത്തരം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഇരിക്കത്തില്ല. നിങ്ങൾ കുടുംബത്തിൽ ഒരു പ്രശ്നം വരത്തില്ല. നീ പപ്പയോട് സംസാരിക്കും, മമ്മിയോട് സംസാരിക്കും, ചേച്ചിയോട് സംസാരിക്കും, അനിതയോട് സംസാരിക്കും, ഭർത്താവോട് സംസാരിക്കും. ഉടക്കം മാറ്റി വയ്ക്കണം. വീണ്ടും ഉടക്കാനല്ല, ആ ഇഷ്യൂവെ സാൾവ് ആക്കും. എന്തുകൊണ്ട്? നിങ്ങൾ അറിഞ്ഞിട്ടില്ല, യഥാർത്ഥ ഈശോയെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടുதான் നിങ്ങൾ ഇന്നും എത്ര പാദപൂജ വന്നാലും ശരി, എത്ര കുരിശിന്റെ വഴി വന്നാലും ശരി, എത്ര ഉയർപ്പിന്റെ ഞായറാഴ്ച വന്നാലും ശരി, ഈശോ എന്തിനു വേണ്ടി വന്നത്, ഈശോ എന്തിനു വേണ്ടി കുരിശ് പൊയ്ക്കത്, ഈശോ എന്തിനു വേണ്ടി മരിച്ചത്, ഈശോ എന്തിനു വേണ്ടി പിടാ അനുഭവം ഏറ്റെടുത്തത്, ഈശോ എന്തിനു വേണ്ടി ഉത്താണത്തിലേക്ക് കടന്നു പോയത് എന്നുള്ള ആ ഉണ്മയാണ് സത്യത്തിന്റെ അർത്ഥം, സത്യത്തിന്റെ പഠന പുരോഗതി അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളും ഞാനും അട്ടർ വേസ്റ്റ് ആണ്. ക്രിസ്ത്യന് പറഞ്ഞിട്ട് കാര്യമില്ല. വെള്ളിയാഴ്ച ക്രിസ്ത്യൻസ് ഈ ലോകത്തില് കാണാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ഇന്ന് കാണാൻ പറ്റും. ഈസ്റ്റർ കൂടെ കാണാൻ പറ്റത്തില്ല, ക്രിസ്മസ് കാണാൻ പറ്റത്തില്ല, ന്യൂ ഇയർ കാണാൻ പറ്റില്ല. ഏതൊരു വ്യക്തിയും
ദുഃഖ വെള്ളിയാഴ്ച വരാൻ പറ്റാത്ത ആൾ കൂടെ ഇന്ന് വന്നിരിക്കും ആ കുരിശ് പൊക്കാൻ വേണ്ടി, ആ കുരിശ് തൊട്ട് ഉമ്മ കൊടുക്കാൻ വേണ്ടി. അത് അല്ല, പകരം ഈശോയുടെ സത്യസന്ധമായിട്ട് അറിയുന്ന ഒരു നല്ല മനസ്സും മനോഭാവവും നിങ്ങൾക്കും എനിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ട് അവൻ മരിച്ച് എല്ലാവർക്കും അവൻ രക്ഷ നൽകി, ആ കുഞ്ഞ് മരിച്ച് എല്ലാവർക്കും രക്ഷ നൽകി. അതേപോലെ നിങ്ങൾ അറിയുന്നുണ്ടോ അത് അറിഞ്ഞൂടാ, പക്ഷെ നിങ്ങൾക്കും എനക്കും വേണ്ടി ആ ഈശോ ഓരോ പ്രാവശ്യം മരിച്ചുകൊണ്ടേയിരിക്കുക, ഓരോ പ്രാവശ്യം പിടാ അനുഭവം ഏറ്റുകൊണ്ടേയിരിക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന ഈ ദിവസങ്ങളിൽ ഈശോയുടെ യഥാർത്ഥ കൃപയെ, ഈശ്വരനുടെ യഥാർത്ഥ സ്നേഹത്തെ, ഈശ്വരന്റെ യഥാർത്ഥ പദ്ധതി, ഈശ്വരന്റെ യഥാർത്ഥ അനുഗ്രഹം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പങ്കെടുക്കാം. ദൈവം നിങ്ങൾ എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. എല്ലാവരും രണ്ട് കരങ്ങളെയും സരസിൽ വെച്ചുകൊണ്ട്, ദൈവമേ ഈശോ ഇതുവരെ ഇങ്ങനെ എന്നെ കുറിച്ചുള്ള യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കാതെ ചുമ്മാ കടമയ്ക്ക് വേണ്ടി, ആചാരത്തിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും വർഷങ്ങളിലും മാസങ്ങളിലും സത്യസന്ധമായിട്ട് പങ്കെടുക്കാനുള്ള മനസ്സ്, മനോഭാവം, അറിവ്, ജ്ഞാനം, പക്വത നിങ്ങൾ എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റെടുത്ത് പറയാം. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങോട്ട് കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങോട്ട് കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ, ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, ദൈവമേ അങ്ങോട്ട് കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ, ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. ഇപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ കൈ കൊടുത്തിട്ട് ഹാപ്പി ഗുഡ് ഫ്രൈഡേ ഇംഗ്ലീഷിലെ പറ. ചിരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് പറ, ദുഃഖിച്ച് പറയണ്ട. ഹാപ്പി ഗുഡ് ഫ്രൈഡേ. God bless you, God bless you, God bless you, many people. God bless you all, God bless you all. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.